ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ 4 കാര്യം. ഒന്നാമത്തേത് ഖുർആൻ ഓതലാണ്. ഖുർആൻ ഓതുന്ന ആളുകൾക്ക് ഖബർ ശിക്ഷയുണ്ടാവില്ല. രണ്ടാമത്തേത് മുഹാഫലത്തുസ് സ്വലാ, നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന ആളുകൾ അവർക്കും നാളെ ഖബറിൽ ശിക്ഷയുണ്ടാവില്ല. അവരുടെ ഖബറിടം വിശാലമാക്കപ്പെടുമെന്നും അവരുടെ ഖബറിടത്തിലേക്ക് പ്രകാശമുണ്ടാകുമെന്നും സ്വർഗീയ കവാടങ്ങൾ അല്ലാഹു തുറന്നു തരുമെന്നും പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് നിസ്കാരം നിലനിർത്തുന്ന ആളുകളുടെ കച്ചവടം നഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ദുനിയാവിലും അവർ വിജയികളാണ്, ആഖിറത്തിലും അവർ വിജയികളാണ്. ഇന്ന് കാണുന്ന സാമ്പത്തിക പ്രയാസങ്ങൾക്ക്, ഇന്ന് കാണുന്ന കടങ്ങൾക്ക്, ഇന്ന് കാണുന്ന മാനസിക പ്രശ്നങ്ങൾക്കൊക്കെ കാരണം എന്തെന്നറിയോ? ഓതേണ്ടതുപോലെ ഖുർആൻ ഓതാത്തതാണ്, നിസ്കരിക്കേണ്ടതുപോലെ നിസ്കരിക്കാത്തതാണ്. നിസ്കാരം കൃത്യമായി നിലനിർത്തുന്ന ആളുകൾ പിന്നെയുമുണ്ടല്ലോ നിസ്കരിച്ചാലുള്ള നേട്ടങ്ങള്. എന്താണ്? വ്യഭിചാരത്തിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കും, തിന്മയിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കും. ഇന്നസ്സലാത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നിങ്ങൾ കൃത്യമായി നിസ്കരിക്കുന്ന ആളുകളാണെങ്കിൽ അല്ലാഹു പറഞ്ഞതുപോലെ ആ ഒരു മാധുര്യത്തോടെ, ആ ഒരു ടേസ്റ്റോടെ, ആ ഒരു ലഹ്വത്തോടെ, ആ ഒരു രസത്തോടെ നിസ്കരിക്കുന്ന ആളുകളാണെങ്കിൽ അല്ലാഹു തആല ആ നിസ്കാരം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ സമാധാനം നൽകും. തെറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് തോന്നൂല, വ്യഭിചരിക്കാൻ നിങ്ങൾക്ക് തോന്നൂല, കളിയുടെ അഡിക്റ്റ് ആവൂല, പ്രേമിക്കാൻ തോന്നൂല, പ്രണയിക്കാൻ തോന്നൂല. അതേപോലെ സൈറ്റുകൾ കിട്ടുമ്പോൾ, മൊബൈൽ ഫോണുകൾ കയ്യിൽ കിട്ടുമ്പോ ഇഷ്ടംപോലെ നല്ല നല്ല കാര്യങ്ങൾ പഠിക്കാനുണ്ടായിട്ട് തോന്നിവാസങ്ങളിലേക്ക് പോവാൻ നിങ്ങൾക്ക് കഴിയൂല. എന്തുകൊണ്ട്? നിസ്കാരം നിസ്കരിക്കേണ്ടതുപോലെ നിസ്കരിക്കുന്നവരാണ് നിങ്ങൾ. എന്നാൽ തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. മൂന്നാമത്തെ കാര്യം പറഞ്ഞത് വഅൻഫഖൂ മിന്നാ റസഖനാഹും സിർറൻ വഅലാനിയ. നിങ്ങൾക്ക് അല്ലാഹു നൽകിയ സമ്പാദ്യങ്ങളിൽ നിന്ന് രഹസ്യമായിട്ടും പരസ്യമായിട്ടും സംഭാവന ചെയ്താൽ, രഹസ്യമായിട്ടും പരസ്യമായിട്ടും ചെലവഴിച്ചാൽ അല്ലാഹു നൽകുന്നത് യർജൂന തിജാറതൻ ലാ തബൂർ. സദഖയുടെ കാര്യം പറയണോ, സംഭാവനയുടെ കാര്യം പറയണോ? ഇവിടെ കൂടിയിരിക്കുന്ന ആളുകൾ അതിഞ്ഞാലുകാരാണോ അല്ലേ എന്ന് എനിക്കറിയില്ല, ഈ നാട്ടുകാരാണോ അല്ലേ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഒരുപാട് സ്ത്രീകൾ ഇവിടെ അതിഞ്ഞാലുകാരികളായ ഒരുപാട് സ്ത്രീകൾ ഇവിടെ ഉണ്ട് എന്ന് എനിക്കറിയാം. നമ്മുടെ അതിഞ്ഞാല് പള്ളിയുടെ കമ്മിറ്റി ഭാരവാഹികൾക്ക് ഒരു പദ്ധതിയുണ്ട്, 1 കോടിയുടെ പദ്ധതിയാണത്. നീലേശ്വരത്തിൽ ബിൽഡിംഗ് എടുക്കാൻ പള്ളിയുടെ വരുമാനത്തിന് വേണ്ടി, പള്ളിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നീലേശ്വരത്തിൽ ബിൽഡിംഗ് എടുക്കണമെന്നുള്ള താല്പര്യമുണ്ട്. 50 ലക്ഷത്തോളം രൂപ സ്വരൂപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ തന്നെയാണ് കൊടുത്തത്, പെണ്ണുങ്ങൾ തന്നെയാണ് കൊടുത്തത്, നാട്ടിലുള്ള മുതലാളിമാർ തന്നെയാണ് കൊടുത്തത്. എന്നാൽ നിങ്ങൾക്ക് ഇനിയും സുവർണാവസരമുണ്ട്. നിങ്ങളുടെ അവസരം എന്താണെന്ന് മനസ്സിലാക്കണേ. അല്ലാഹു നിങ്ങൾക്ക് നൽകിയ സമ്പാദ്യമാണ്, നിങ്ങൾ ഉണ്ടാക്കിയതല്ല. അന്ന് ഗൾഫിൽ അബുദാബിയിലും ദുബായിലും ഷാർജയിലും കുവൈറ്റിലും ഖത്തറിലും ഒമാനിലും ഓരോ രാഷ്ട്രങ്ങളിലും ഓരോ ഷോപ്പുകളും ഓരോ ടെക്സ്റ്റൈൽസുകളും ഓരോ മാളുകളും കഫ്റ്റീരിയകളും തുടങ്ങാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സമ്പാദ്യമല്ലയത്, അല്ലാഹു തന്നതാണ്. അല്ലാഹു നിങ്ങൾക്ക് നൽകിയ സമ്പാദ്യത്തിൽ നിന്ന് രഹസ്യമായിട്ടും പരസ്യമായിട്ടും നിങ്ങൾ ചെലവഴിച്ചാൽ നിങ്ങൾക്കുള്ള നേട്ടമെന്ന് കേൾക്കൂ സഹോദര. ഞാൻ എന്റെ വാക്ക് നിർത്താൻ പോവുകയാണ്, നിങ്ങോട്ട് ശ്രദ്ധിക്കണേ. ഞാൻ എന്റെ വാക്കുകൾ വിസമ്മതിക്കാൻ പോവുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, സംഭാവന ചെയ്യുന്ന ആളുകൾ, സമ്പാദ്യങ്ങളിൽ നിന്ന് ദീനിന് വേണ്ടി ചെലവഴിക്കുന്ന ആളുകൾ അല്ലാഹു തആല പരിശുദ്ധനായ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവരുടെ രോഗങ്ങൾക്ക് ശിഫ നൽകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. സ്വലാത്തിന്റെ ശബ്ദം പോരാ, സ്വലാത്തിന്റെ ശബ്ദം പോരാ. നിങ്ങൾ സ്വതക്ക നൽകിയാൽ അസുഖങ്ങളിൽ നിന്ന് നിങ്ങളെ അല്ലാഹു സംരക്ഷിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. എന്തൊക്കെയാണ് നേട്ടങ്ങളെന്ന് മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞല്ലോ, രഹസ്യമായിട്ടും പരസ്യമായിട്ടും ഞാൻ നിങ്ങൾക്ക് നൽകിയ സമ്പാദ്യത്തിൽ നിന്ന് ചെലവഴിക്കുന്ന ആളുകൾ നിങ്ങൾക്ക് അല്ലാഹു നൽകുന്നത് നഷ്ടമില്ലാത്ത കച്ചവടമാണ്. ഒന്നാമത്തെ കച്ചവടം ശ്രദ്ധിക്കണേ. ഒന്നാമത്തെ ലാഭം നിങ്ങളുടെ രോഗങ്ങൾക്ക് ശിഫ ലഭിക്കുമെന്നതിൽ സംശയമില്ല. രണ്ടാമത്തെ ലാഭം കേൾക്കണോ?
അല്ലാഹുവിന്റെ മാലാഖമാര് ദുആ ചെയ്യുന്നുണ്ട്. അല്ലാഹുമ്മ അഅതി മുൻഫികൻ ഖലഫാ. അല്ലാഹുവേ നിന്റെ ദീനിയായ കാര്യങ്ങൾക്ക് ചെലവഴിക്കുന്ന ആളുകൾക്ക് നീ പകരം നൽകണമേ അല്ലാഹ്. 1 ലക്ഷമാണ് നൽകുന്നതെങ്കിൽ അല്ലാഹു 2 ലക്ഷം ലഭിക്കാനുള്ള വഴിയുണ്ടാക്കി തരും. തമാശയല്ല. 1 ലക്ഷമാണ് നിങ്ങൾ നൽകുന്നതെങ്കിൽ 2 ലക്ഷം നിങ്ങൾക്ക് ലഭിക്കാനുള്ള വഴി അല്ലാഹു നിങ്ങൾക്ക് കാണിച്ചു തരും. തമാശയല്ല, ഇത് ഹദീസാണ്. അല്ലാഹുമ്മ അഅതി മുൻഫികൻ ഖലഫാ. അല്ലാഹുമ്മ അഅതി മുൻഫികൻ ഖലഫാ. അല്ലാഹുവേ ചെലവഴിക്കുന്ന ആളുകൾക്ക് പകരം നൽകണമേ അല്ലാഹ്. 1 ലക്ഷം നൽകിയാൽ, 50,000 നൽകിയാൽ, 10,000 നൽകിയാൽ, ഒരു സ്വർണ്ണവള നൽകിയാൽ, ഒരു അലിക്കത്ത് നൽകിയാൽ, ഒരു കൈശേണ് നൽകിയാൽ, ഒരു മാല നൽകിയാൽ, നിങ്ങളാൽ കഴിയുന്ന നിങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്ന് മൂല്യമായ ഒരു തുക നിങ്ങൾ നൽകുകയാണെങ്കിൽ അല്ലാഹുമ്മ അഅതി മുൻഫികൻ ഖലഫാ. അല്ലാഹുവേ ചെലവഴിക്കുന്ന ആളുകൾക്ക് പകരം നൽകണമേ അല്ലാഹ്. ദുനിയാവിൽ തന്നെ അല്ലാഹു പകരം നൽകുമെന്നതിൽ സംശയമില്ല. അതോടൊപ്പമാണ് അല്ലാഹു ആഖിറത്തിൽ പകരം നൽകുന്നത്. ഇനി വേറെ ഒന്ന് കേൾക്കണോ? 3ാമത്തെ നേട്ടം കേൾക്കണോ? അല്ലാഹുവിന്റെ മുത്ത് റസൂലുള്ളാഹ്. നിങ്ങളിവിടെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഇങ്ങനെ വേളങ്ങനെ പോവാണ്, നിങ്ങൾ ഇങ്ങനെ വണ്ടി നോക്കിയിരിക്കുക. ശ്രദ്ധിക്കുന്നുണ്ടോ? 3ാമത്തെ നേട്ടം അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് അസ്സദഖതു തദ്ഫഉ അൻ മൈതത്തിസ്സൂ. സദഖ നൽകിയാൽ ഈമാൻ സലാമത്തായി മരിക്കാം. ഈമാൻ സലാമത്തായി മരിക്കലാണല്ലോ നമ്മുടെ ലക്ഷ്യം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ഈമാൻ സലാമത്തായി മരിക്കാനുള്ള എളുപ്പവഴി എന്താ? നന്നായി സദഖ നൽകലാണ്. സദഖ നൽകിയ ഈമാൻ സലാമത്തായി മരിക്കാം. സദഖ നൽകിയാൽ അല്ലാഹു ദീർഘായുസ്സ് നൽകുമെന്ന്, ബസ്തതൻ ഫിൽ ജിസ്ഖി ഭക്ഷണത്തിൽ വിശാലത നൽകുമെന്നും ആയുസ്സിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യുമെന്നും പരിശുദ്ധ റസൂലുള്ളാഹ്. ഖബറിടം പ്രകാശിപ്പിക്കപ്പെടുമെന്ന്. നരകത്തിലേക്ക് വീഴാൻ പോകുന്ന ഒരു ചെറുപ്പക്കാരന്റെ കഥ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. നബി രാത്രി വന്നിട്ട് നബി തങ്ങൾ ചോദിച്ചു, സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് സഹാബാക്കളൊക്കെ ഇരിക്കാം, അല്ല നിങ്ങൾ ആരെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടോ? സഹാബാക്കൾ പറഞ്ഞു, ഞങ്ങൾ സ്വപ്നമൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, പറഞ്ഞു, ഞാനൊരു സ്വപ്നം കണ്ടിട്ടുണ്ട്. എന്താണ് നബിയേ? ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടിട്ടുണ്ട്. ഇന്നലെ രാത്രി ഞാനൊരു കിനാവ് കണ്ടിട്ടുണ്ട്. എന്താണ് കിനാവ്? എന്റെ സമുദായത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ ഞാൻ ഇന്നലെ രാത്രി കണ്ടു. എങ്ങനെ കണ്ടു എന്നറിയോ? നരകത്തിന്റെ വക്കിലാണ് അയാൾ. ഇത് നരകം, താഴെ നരകാണ്, മുകളിൽ ആ നരകത്തിലേക്ക് വീഴാൻ വേണ്ടി വക്കിന് നിൽക്കുകയാണ്. നമ്മുടെ കോഴി ആലുമ കയറിയ പോലെ. കോഴി ആലുമ കയറി കണ്ടിട്ടുണ്ട് നിങ്ങൾ? കണ്ടിട്ടുണ്ടോ? കോഴി നമ്മളെ ആലുമ കയറിയാൽ അതൊന്ന് അങ്ങോട്ടാട് ഇങ്ങോട്ടാട്. അതേപോലെ നരകത്തിന്റെ വക്കിന് നിൽക്കുകയാണ്. ഇപ്പൊ നരകത്തിന് വീഴും. അങ്ങനെയുള്ളൊരു ചെറുപ്പക്കാരന്റെ സ്വപ്നം അല്ലാഹുവിന്റെ ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടപ്പോഴാണ് തങ്ങൾ ഇങ്ങനെ വീക്ഷിക്കുന്നത്. നരകത്തിലേക്ക് വീഴാൻ നിൽക്കുകയാണ്. നരകത്തിന്റെ തീനാളങ്ങൾ, നരകത്തിന്റെ തീജ്വാലകൾ, നരകത്തിന്റെ തീപ്പൊരികൾ ആ മനുഷ്യന്റെ കുപ്പായത്തിലേക്ക്, ശരീരത്തിലേക്ക് ഇങ്ങനെ അടിച്ചു കയറുമ്പോ ഇങ്ങനെ തടയുന്നുണ്ട്. ചൂടിങ്ങനെ തടയുന്നുണ്ട്, തീപ്പൊരികളെ തടയുന്നുണ്ട്, സ്പാർക്കുകളെ തടയുന്നുണ്ട്. അങ്ങനെ നരകത്തിലേക്ക് വീഴുമോ എന്ന് സംശയിക്കുമ്പോഴാണ് അവന്റെ സ്വതക്ക ഓടി വരുന്നത്. അവന്റെ സ്വതക്ക ഓടി വരുന്നത്. ഇങ്ങനെ ഒരു പള്ളിയുടെ ആവശ്യം പറഞ്ഞപ്പോ, മദ്രസയുടെ ആവശ്യം പറഞ്ഞപ്പോ നന്നായി സ്വതക്ക ചെയ്ത ആളാണ്, പാവങ്ങളെ സഹായിച്ച ആളാണ്, കുടുംബക്കാരെ സഹായിച്ച ആളാണ്, അയൽവാസികളെ നാട്ടുകാരെ സഹായിച്ച ആളാണ്. അയാളാണ് നരകത്തിലേക്ക് വീഴാൻ നിൽക്കുന്നത്. അപ്പോഴാണ് സ്വതക്ക ഓടി വന്നിട്ട് അവന്റെയും നരകത്തിന്റെയും ഇടയിൽ ഒരു മറയായി, ഒരു സ്ക്രീനായി ആ സ്വതക്ക നിൽക്കുകയും നരകത്തിൽ നിന്ന് അവനെ വലിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു സ്വപ്നം ഇന്നലെ രാത്രി ഞാൻ കണ്ടു എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു. ഇതൊക്കെയാണ് നമുക്കിത് കൊടുത്താക്കാൻ നേട്ടം ഉണ്ടാവുക.
ഞാൻ പിരിവ് നടക്കുന്നില്ല, ഞാൻ വിഷയം വന്നപ്പോ പറഞ്ഞതാണ്. കൊടുക്കേണ്ടവർക്ക് കൊടുക്കാം. ദുനിയാവിലുള്ള നേട്ടങ്ങൾ ഒരുപാട്, ആഖിറത്തിലുള്ള നേട്ടങ്ങൾ ഒരുപാട്. കൊടുക്കേണ്ടവർക്ക് കൊടുക്കാം. അല്ലാത്തവരോട് ഞാൻ ഒന്നും പറയുന്നില്ല. നിങ്ങളുടെ ഇഷ്ടമാണ്. ഈ 3 കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ അവർക്കാണ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നഷ്ടമില്ലാത്ത കച്ചവടം നൽകുന്നത്.